welcome back to the channel. It's me Priyanka and I hope you all are doing great. So friends, finally climax in आ चुका है रोडसेक मूवी का and I'm super excited to react on it and बहुत सारे secret reveals होगा. Let's see. Before that, अगर आप लोग मेरे चैनल पे नए हैं then just subscribe कर लो to subscribe and keep supporting me and don't forget to click on that bell icon to get notification of my upcoming videos. So let's get started the video. അല്ലെങ്കിലും സീതേച്ചിയുടെ കയ്യിൽ അയാൾ നിൽക്കില്ലെന്ന് ഉറപ്പായിരുന്നു. പ്രതികാരം തലക്ക് പിടിച്ച് ഭ്രാന്തായ അയാളെ തല്ലി തോപ്പിക്കുന്നത് നടക്കുന്ന കാര്യമാണ്. കഴിഞ്ഞ പോവാം. അക്ഷരം എന്ത് ചെയ്തു? അയാളെ നോക്കിയാൽ കാണില്ലല്ലോ. രാവിലെ പറയണ അയാളുടെ വൈഫിനെ കിടന്ന് വിളിച്ചോണ്ടിരിക്കുക. സാറേ, ഇവക്കൊരു കംപ്ലൈന്റ് ഉണ്ട്. ദിലീപിനെ കൊന്നതാണോന്ന് എനിക്കിപ്പോൾ ഒരു സംശയമുണ്ട്. സാർ ഒന്നോടൊന്ന് അന്വേഷിക്കണം. അവനെ ആര് കൊല്ലാൻ? സാറേ, ഇയാളുടെ ഭാര്യനെ കൊന്ന ദിലീപാണ്, ദുബായിൽ വെച്ചിട്ട്. അയാൾക്ക് ഇട്ട് കൊടുക്കേണ്ടത് കൊത്താൻ സാധ്യതയുള്ള ഒരു ഇരയാണ്. അയാളുടെ വിശപ്പും മാറണം, തൊണ്ടയിൽ ചൂണ്ട കയറുകയും വേണം. ഇതും അയാളുടെ വീട്ടിൽ നിന്ന് കിട്ടിയതാ. അങ്ങനെ മാനസാന്തരപ്പെട്ട ശശാങ്കൻ കംപ്ലീറ്റ് കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞു. അഷറഫ് സാറിനെ കൊന്ന കേസിൽ സീതേച്ചി 1-ാം പ്രതിയും അനിൽ 2-ാം പ്രതിയായി.
കൂടെ ബാലഞ്ചേട്ടന്റെ കേസും പൊങ്ങി. അതിലും 5 പ്രതിയായി. ശശാങ്കൻ മാപ്പുസാക്ഷി. 2 കൊലക്കേസിലും പ്രതിയായ അനിലിനെ പക്ഷേ പിന്നെ ആരും കണ്ടില്ല. സുജാതയുടെ പരാതിയിൽ പോലീസ് തപ്പുന്ന ലൂക്കിനെയും. ബാലഞ്ചേട്ടനെ കൊന്ന കേസിൽ അനിലകത്താവുന്ന പേടിച്ച സീതേച്ചി അഷ്റഫ് സാറിനെ വിഷം കൊടുത്തു. ഇതായിരുന്നു പോലീസിനെ കണ്ടുപിടുത്തം. ഞാൻ ഒറ്റയ്ക്കാ സാറേ ചെയ്ത്. എൻ്റെ മോന് വേണ്ടി ഞാനാ ചെയ്ത്. ഏത് മോനെന്ന് ആരും ചോദിച്ചില്ല, അവരത് പറഞ്ഞില്ല. ഇവിടുത്തെ തലതെറിച്ച മക്കളുണ്ടായ അമ്മമാരുടെ ഒക്കെ ഗതി ഇത് തന്നെ. സത്യം. അതൊന്ന് തിരിച്ചു ചിന്തിക്കാനുള്ള ബുദ്ധി അവിടെ ആർക്കും ഉണ്ടായില്ല. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വരുമ്പോൾ നമുക്കെല്ലാവർക്കും ഒറ്റ ബുദ്ധിയാണല്ലോ. സുജാത കൊടുത്ത പരാതി ഒറ്റ നോട്ടത്തിൽ ലൂക്കിനെതിരെയാണെന്ന് തോന്നുന്നില്ല. സംഭവം ശരിക്കും കൊണ്ടത് ദിലീപിനാണ്. പലിശ അങ്ങോട്ട് പൊട്ടിക്കുമ്പോഴേ അവന്റെ പേരിലുള്ള ഒറ്റ ബോർഡ് പോലും ഈ പഞ്ചായത്തിൽ കാണരുത്. നാട്ടുകാരെ കൂടെ നാളെ ചെലുത്താൻ ഇവനൊക്കെ ആരെ കൊന്നിട്ടാലും കാശുണ്ടാക്കുന്ന ഒറ്റ വിചാരമുള്ളൂ പോകട്ടോ. സീതയുടെ വിത്തല്ലേ അതിന്റെ ഗുണം കാണിക്കാതിരിക്കും. എന്നാൽ ഒരു കുടുംബം മൊത്തം ഇങ്ങനെ ആയാലാണ് എനിക്ക് അത്ഭുതം. പക്ഷെ മറ്റേ ആളെ വേന്ദ്രന ആര്? നിർത്തുക ഈ ഓട്ടം. സുജാത പറഞ്ഞതെല്ലാം ഞാൻ ഏൽക്കുക. അവസാനം ഞാൻ അവനെ തീർത്തു സാർ. ഇനി അവനെ എവിടെയില്ല. ഐ ഓൺ ഹിം. ഇവരെല്ലാം പിടിച്ച് പുറത്താക്കണു. എന്നിട്ട് ആ ഗ്രില്ല് അടയ്ക്കാൻ ചെല്ലണു. ചെല്ലണു. ഈ നാട്ടുകാരെ പറ്റി ചെയ്യാൻ മതിയാവുന്നില്ലല്ലോ.
അങ്ങനെ അയാൾ വന്ന കാര്യം നടന്നു. പണ്ടേക്ക് കൊണ്ടേ ചത്തവനെ ഒന്നുകൂടെ കൊന്നു. അത് വേരോടെ വിദേശിപ്പിച്ച് അവന്റെ കുടുംബ കുളം തോണ്ടി. ഇനി ഒരു പുല്ല് പോലും പിടിക്കില്ല അവിടെ. ഇനിയൊരു ദിലീപ് ഉണ്ടാവില്ല അവിടെ. ഇനി അയാൾ അതിന് തന്നെയാണോ വന്നത്? നമ്മളെ പണിയെടുത്തിട്ട് കേസ് തെളിയുന്നില്ലല്ലോ. ഇതിലെനിക്കൊരു സംശയമുണ്ട് സാർ. ദിലീപിന്റെ കേസ് ആക്സിഡന്റ് ആണ്. പിന്നെ എന്തിനാണ് ചെയ്യാത്ത കുറ്റമായിട്ട് ഇയാൾ ഇതിനകത്ത് കയറിയിരിക്കുന്നത്? അവരുടെ ഉള്ളിൽ എന്താണ് നോക്കാറുള്ളത്? എന്താണ് അതാരോ സാറേ ആ സീത അവർ കയറി തൂങ്ങി സാറേ. വെൽക്കം ബാക്ക്. My god, what a kind of story this is, guys. Really, from starting till the end, this movie is going to confuse a lot, and you will not get what is going on. And but from the pre-climax and in the climax scene, you will get to know everything will be clear. And climax is amazing, and what a story, what a script, guys. Really, जिसने भी लिखा होगा ना, मानना पड़ेगा उसका दिमाग को, कितना गजब का स्टोरी था. इट विल confuse you a lot. And the way Mammootty sir played this character, and then that ghost hunter, oh my god, Dilip, his acting was amazing. And finally Luke Anthony took the revenge of that soul. And end का जो सीन था, वेलकम बैक फिर से बोले, एंड हु इज़ दैट, मुझे तो वो समझ नहीं आया एंड का सीन, बट full movie was different kind of stories. This is, guys, really you'll love to watch this movie, and I will suggest you guys go and watch this movie. Such an amazing movie with an amazing story, and दिमाग में भी कभी नहीं आएगा कि ऐसा story भी आ सकता है. And this is a unique kind of story, and content is super, guys. That's why I love Malayalam film industry a lot, because of their story is very unique, guys. So for me, this is an amazing movie, and really I enjoyed it a lot. So I hope you like this reaction video, and if you are here for the first time, then don't forget to like and subscribe my channel. फिर मुलाकात होगी और किसी reaction video के साथ. तब तक bye bye.